ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വചനചിന്ത: പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ല. പരാജയത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും വേദനയുടെയും അനുഭവത്തിൽ കൂടെ താങ്കൾ കടന്നു പോവുകയാണോ? എന്നാൽ വിളിച്ചു പറയാം, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ ദൈവം താങ്കൾക്ക് തരികയില്ല. സർവശക്തനായ ദൈവം താങ്കളുടെ കരം പിടിച്ചുയർത്തും. താങ്കൾ തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. താങ്കൾ ഇന്നനുഭവിക്കുന്ന വിലാപത്തെ നൃത്തമാക്കുവാൻ കർത്താവ് യേശു ക്രിസ്തുവിന് കഴിയും. ആവർത്തന പുസ്തകം 28-13 തിരുവചനം ഇപ്രകാരം വിളിച്ചു പറയുന്നു: യഹോവ നിന്നെ വാലല്ല തലയാക്കും, നീ ഉയർച്ച നിന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഒരു വലിയ ദൈവപ്രവൃത്തി താങ്കളിൽ വെളിപ്പെടുവാൻ പോകുന്നു. യേശുവിൽ ആശ്രയിച്ച ഒരുവനെയും കർത്താവ് നിരാശരാക്കി വിട്ടിട്ടില്ല. തീച്ചൂരയുടെ അവസ്ഥയിൽ 4-മനായി ഇറങ്ങി വന്ന് എബ്രായർ ബാലന്മാരെ വിടുവിച്ചുവെങ്കിൽ, ഭക്തനായ ദാനിയേലിൻ്റെ അരികിൽ സിംഹക്കുഴിയിൽ നിന്നും സിംഹത്തിൻ്റെ വായടച്ച് രക്ഷിച്ചു പുറത്തു കൊണ്ടുവന്നുവെങ്കിൽ, താങ്കളുടെ മുന്നിലെ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും മാറ്റിത്തരുവാൻ ദൈവം ശക്തനാണ്. ദൈവം താങ്കൾക്ക് വേണ്ടി അയക്കപ്പെട്ട എല്ലാ വഴികളെയും ദൈവം മുന്നോട്ട് നടത്തും. ദൈവം താങ്കൾക്ക് വേണ്ടി അടയ്ക്കപ്പെട്ട എല്ലാ വാതിലുകളും തുറന്നു നൽകും. ഭാവിയെക്കുറിച്ച് ഭാരപ്പെടേണ്ട. കരുതുന്ന ദൈവം കൂടെയുണ്ട്. തളരരുത്, മുന്നോട്ട് പോവുക. താങ്കളിലുള്ള ദൈവശക്തിയാൽ താങ്കളെ ദൈവം അനുഗ്രഹിക്കും. താങ്കളിലേക്ക് നന്മ കടന്നു വരും. ആ നന്മയെ ആർക്കും കവരുവാൻ കഴിയുകയില്ല. ശത്രു ഒരു നാളും ചെയ്യും കാണുകയില്ല. ദൈവത്തെ മുറുകെ പിടിച്ചുകൊള്ളുക. താങ്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമുണ്ടാകും. നിരാശപ്പെടേണ്ട. നന്മകൾ താമസിക്കുന്നത് വേദനിപ്പിക്കുവാനല്ല, ശ്രേഷ്ഠമായ നന്മകൾ താങ്കളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠമായ നന്മയോടുകൂടെ പുതിയ വഴി ദൈവം താങ്കൾക്കായി തുറന്നു നൽകും. താങ്കളുടെ സകല ആവശ്യങ്ങൾക്കും ദൈവം മതിയായവനാകുന്നു. ശത്രുക്കൾ കാണുക, ദൈവം താങ്കളെ മാനിക്കും. ഉയർച്ചയുടെ പടികൾ ദൈവം താങ്കൾക്കായി തുറന്നു നൽകും. താങ്കൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ദൈവം നൽകും. ഇന്നും എന്നേക്കും താങ്ങായി തണലായി യേശു കൂടെയുണ്ട്. യേശുവിൻ്റെ സ്നേഹം പെറ്റമ്മയേക്കാളും ശ്രേഷ്ഠമാണ്. പ്രശ്നങ്ങൾ എന്തു തന്നെ ആയാലും കർത്താവ് പരിഹാരം നൽകും. വചനം ശ്രവിക്കുന്ന താങ്കളുടെ ദൈവം കാണുന്നുണ്ട്. താങ്കളുടെ ഹൃദയവിചാരങ്ങൾ കർത്താവ് അറിയുന്നുണ്ട്. താങ്കളുടെ കണ്ണുനീർ ദൈവം തുടച്ചു മാറ്റുന്നു. താങ്കളെ കരയുവാൻ ഇനി ദൈവം അനുവദിക്കുകയില്ല. താങ്കൾ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ച പ്രാർത്ഥന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. ഇത് താങ്കൾക്ക് ഇന്നു മുതൽ അനുഗ്രഹിക്കപ്പെട്ട നന്മകൾ കടന്നു വരും. താങ്കളുടെ സങ്കല്പങ്ങളെക്കാൾ, വിചാരങ്ങളെക്കാൾ, ആഗ്രഹങ്ങളെക്കാൾ വലുതാണ് താങ്കളെക്കുറിച്ച് ദൈവത്തിനുള്ള വിചാരങ്ങളും ആഗ്രഹങ്ങളും. കർത്താവ് കരുതും. മനുഷ്യൻ്റെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരം. മനുഷ്യൻ്റെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. വചനം ശ്രവിക്കുന്ന താങ്കളുടെ കണ്ണുനീരും വേദനയും കർത്താവ് കാണുന്നുണ്ട്. താങ്കളെ പരാജയപ്പെടുവാനോ തകരുവാനോ സർവശക്തനായ ദൈവം അനുവദിക്കുകയില്ല. താങ്കളെ കരം പിടിച്ച് ഉയർത്തെഴുന്നേൽപ്പിക്കും. ദൈവം അനുഗ്രഹിക്കപ്പെട്ട ശ്രേഷ്ഠമായ വാതിലുകൾ തുറന്നു നൽകുന്നു. വചനം ശ്രവിക്കുന്ന താങ്കൾക്ക് വേണ്ടി ചില നന്മകൾ ദൈവം കരുതി വച്ചിട്ടുണ്ട്. അതിനാൽ വിളിച്ചു പറയണം: യഹോവ ഈരേ. അസാധ്യമെന്ന് തോന്നുന്ന വിഷയങ്ങളുടെ മേൽ ദൈവത്തിൽ വിശ്വസിക്കുക. കാരണം താങ്കൾക്ക് അസാധ്യമായത് കർത്താവിന് സാധ്യമാണ്. കർത്താവ് താങ്കൾക്ക് നിശ്ചയമായും ചില വാഗ്ദത്തങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട്. വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുക. താങ്കളെ തകർക്കുവാൻ ശത്രു പദ്ധതിയിടുമ്പോൾ ശത്രുവിന് സാധിക്കത്തില്ല. സർവശക്തനായ ദൈവത്തിൻ്റെ കരം താങ്കളെ മുന്നോട്ട് വഴി നടത്തും. താങ്കളുടെ എല്ലാ പ്രതിസന്ധികളിലും ദൈവം കൂടെയുണ്ട്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിനും മനുഷ്യർക്കും പ്രയോജനമുള്ളവനാക്കി ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളെ ഉയർത്തും. പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ യാതൊന്നും ഈ ലോകത്തില്ല. അബ്രഹാമിന് ദൈവം ഒരു പരീക്ഷ വച്ചപ്പോൾ പരിഹാരമായി ദൈവം ഇറങ്ങി വന്ന് പകരമായി ഒരു ആട്ടുകൊറ്റനെ കരുതിയെങ്കിൽ, ഹാഗർ മരുഭൂമിയിൽ നിലവിളിക്കുമ്പോൾ പരിഹാരമായി തൊട്ടടുത്തൊരു നീരുറവയെ ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ, മാറ കയ്പ് കൊണ്ട് നിറയുമ്പോൾ അവിടെ ഒരു വൃക്ഷത്തെ ദൈവം മുൻപമേ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, പരിഹാരമില്ലാത്ത യാതൊരു പ്രശ്നങ്ങളുമില്ല. സകലത്തിനും ദൈവം പരിഹാരം നൽകിയിട്ടുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം കരുതി വച്ചിരിക്കുന്ന ചില കരുതലുകൾ തക്ക സമയം വെളിപ്പെടുവാൻ, പരിഹാരമായി ദൈവം ഇറങ്ങി വരുവാൻ, ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തോടു കൂടെ മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരവും നൽകുമാറാകട്ടെ.
ഗോഡ് ബ്ലസ് യു. ആമേൻ.